ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ധന്യരും ദൈവത്തിന് പ്രിയരുമായ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവ് ഒരുക്കുന്ന സുലഭ നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവം തരുന്ന ഏതൊരവസരവും, പ്രത്യേകിച്ച് വചനം പറയാൻ തരുന്ന അവസരത്തെ ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടുകൊണ്ട് കർത്താവ് ഇന്നും നമ്മോട് ഹൃദ്യമായി, ധൈര്യത്തോടെ, ബലത്തോടെ, നമ്മുടെ നന്മയ്ക്കായി സംസാരിക്കുമെന്നുള്ള ഉറപ്പോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഞാൻ തിരുവെഴുത്തിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് തിരുവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യം ഞാൻ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു കേൾപ്പിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യം. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ ഈ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം യിരെമ്യാവ് എഴുതിയതാണ്. ഇസ്രായേൽ ജനത്തെ ഉപദേശിച്ചിട്ടും അവരെ പറഞ്ഞ് പ്രബോധിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും നന്നാവാത്തൊരു സ്ഥിതിയിലേക്ക് ഉപദേശം കൊണ്ടും കൽപ്പന കൊണ്ടും ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ കൊണ്ടും പ്രവചനം കൊണ്ടും ദൈവിക ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷ കൊണ്ടൊന്നും ഇസ്രായേൽ നന്നാവില്ല എന്നൊരു സ്റ്റേജിലേക്ക് വന്നു. അങ്ങനെ ഒരു വല്ലാത്ത പരിസ്ഥിതി, ഭയാനകമായിരിക്കുന്നൊരു സ്ഥിതി മനുഷ്യനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഉപദേശിച്ചാൽ ഫലിക്കുന്ന, പ്രാർത്ഥിച്ചാൽ ഫലിക്കുന്ന, ശാസിച്ചാൽ ഫലിക്കുന്ന, ശുശ്രൂഷിച്ചാൽ ഫലിക്കുന്ന ഒരു സ്ഥിതി മനുഷ്യനുണ്ട്. അതൊരു ഭാഗ്യമാണ് കേട്ടോ. ഞാനീ പറയുന്നൊന്ന് ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ശാരീരിക ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയില്ലേ, ഇനിയിപ്പോൾ മരുന്നൊന്നും ഫലിക്കുകയില്ല, ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടുപോകൂ, ഇഷ്ടമുള്ളതൊക്കെ കൊടുത്തോ എന്ന് പറയുന്നൊരു സ്റ്റേജില്ലേ. എന്ന് പറഞ്ഞാൽ ഇനി ലോകത്തിലെ ഒരു മരുന്നും ഏൽക്കുകയില്ല എന്നൊരു സ്ഥിതി വരും. ഇത് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ചില ഘട്ടങ്ങളിൽ വരും. നമുക്ക് പ്രാർത്ഥിച്ചാൽ ഫലിക്കുന്ന ഒരു ദൈവദാസന് കൊടുത്തിരിക്കുന്ന ദൈവകൃപ കൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നോ നമ്മുടെ മേൽ കൈവച്ചൊക്കെ അവർ ശുശ്രൂഷിക്കുമ്പോൾ ആ ശുശ്രൂഷ ഫലിക്കുന്ന, ഉപദേശിച്ചാൽ ഫലിക്കുന്ന, ശാസിച്ചാൽ ഫലിക്കുന്ന, നമ്മളോട് പറഞ്ഞാൽ പഠിപ്പിച്ചാൽ ദൈവിക ബോധത്തിൽ നമ്മളെ അവലോകനം ചെയ്താൽ നമുക്കത് ഗുണം ചെയ്യുന്ന ഒരു സ്റ്റേജുണ്ട്. അതിൽ നിന്ന് താഴേക്ക് ഒരിക്കലും പോകരുത് കേട്ടോ. ചില ആൾക്കാരോട് ഉപദേശിച്ചിട്ട് കഥയില്ല, പ്രാർത്ഥിച്ചിട്ട് കഥയില്ല, അവർക്ക് വേണ്ടി ശുശ്രൂഷിച്ചാൽ പോലും ഫലിക്കുകയില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് നാം നമ്മെ ആക്കിക്കളയരുത്. നാം വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ക്ഷമിച്ചും മടങ്ങി വരാനുള്ള മനസ്സുകൊണ്ട് അടമൻ്റാകാതെ, കടുംപിടുത്തക്കാരാകാതെ, വിട്ടുവീഴ്ച മനസ്സുള്ളവരായി, അനുതപിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി, ദൈവത്തെ വിളിക്കുന്നവരായി, ദൈവം പറയുന്നത് കേൾക്കുന്നവരായി, ഒത്തിരി കഠിനരാകാതെ നമ്മെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മുടെ കുടുംബത്തെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. പ്രാർത്ഥിച്ചാൽ ഫലിക്കുന്നൊരു സ്ഥിതി നമുക്കുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ദൈവദാസന്മാരാരെങ്കിലും വീട്ടിൽ വന്ന് ദൈവം അയച്ചിട്ട് അവർ എത്ര നിങ്ങൾക്കെതിരെ കൊടികുത്തി സാത്താൻ വാണാലും അഭിഷേകമുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ വീട്ടിൽ വന്ന് ദൈവാത്മാവിൽ പോരാടുമ്പോൾ ദുഷ്ടൻ്റെ കോട്ട പൊട്ടിക്കാൻ പറ്റും. അങ്ങനെയാണ് ആളുകളൊക്കെ രക്ഷപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ഒരു ഭാഗധേയത്വമുണ്ട്. നമ്മൾ വിധേയപ്പെടാനും മാനസാന്തരപ്പെടാനും മടങ്ങി വരാനും ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാനുള്ള മനസ്സ് വേണം. ഇല്ലെങ്കിൽ നടക്കുകയില്ല. ഏശാവ് കരഞ്ഞോണ്ട് ചോദിച്ചില്ലേ, ഇനിയൊരു അനുഗ്രഹം കൂടി ഇല്ലേ എന്ന്. ഒരു സമയമുണ്ട്, അതിനൊക്കെ ഒരു ചിട്ടവട്ടമുണ്ട്. അത് നാമായിട്ട് നശിപ്പിച്ചാൽ പിന്നെ ഫലിക്കുകയില്ല. നമുക്കാർക്കെങ്കിലും അങ്ങനെ ഒരു സ്റ്റേജിലേക്കായി എന്നല്ല ഞാനീ പറയുന്നത്. ആകരുതേ എന്ന് നിങ്ങളോട് നാളുകളായി വചനം കേൾക്കുന്നവരോട് വിനീതാഭ്യർത്ഥന നടത്തുകയാണ്. നമ്മുടെ കുടുംബത്തിന് ഗൃഹനാഥൻ എന്ന നിലയ്ക്ക്, കുടുംബം സൂക്ഷിപ്പുകാരൻ എന്ന നിലയ്ക്ക് നാം മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുന്നവരെന്ന് ചില സഭയെപ്പോലും ചിലപ്പോൾ വചനം പോലും വെളിപ്പെടുകയില്ല. അങ്ങനെ ആക്കി കളഞ്ഞു. അങ്ങനെ ആകരുത്. നന്നാകണം, നന്നാക്കിയെടുക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം
ഈ സ്ഥിതിയാണ്. ഇസ്രായേൽ യിരെമ്യാ പ്രവചനത്തിൽ പ്രവചനങ്ങൾ കൊണ്ട് നന്നാകാതെ വന്നപ്പോൾ ശുശ്രൂഷ ചെയ്ത പ്രവാചകൻ മനസ്സ് തകർന്ന് വിലപിക്കുകയാണ്. ഇനി പ്രത്യാശയ്ക്ക് സാധ്യതയില്ല എന്നാണ് കൂടുതലും വാക്യങ്ങൾ. പക്ഷേ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. 8-ാമത്തെ വാക്യം 3 ഞാൻ കൂകി നിലവിളിച്ചാലും ദൈവം എൻ്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു, വെട്ടുകല്ലുകൊണ്ട് എൻ്റെ വഴി അടച്ചു കളയുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉത്തരം കിട്ടാതെ കിടക്കുകയാണ്. പക്ഷേ ഈ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിൻ്റെ ഒരു വാക്കാണേ, അത് നമ്മൾ വായിച്ചത്. യഹോവ എൻ്റെ ഓഹരി എന്നെൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. അതൊരു സാധ്യതയാണ്. സാധ്യതയില്ലാത്ത സമൂഹത്തിൻ്റെ നടുവിൽ ഒരു സാധ്യതയുടെ വാക്കാണത്. എന്താണ്? എൻ്റെ ഉള്ളം പറയുന്നു. ഉള്ളം പറയും. ഉള്ളം എന്നത് മനസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഉള്ളം, ചിത്തം എന്നൊക്കെ വാക്ക് മനസ്സിൻ്റെ പര്യായ പദമാണ്. അപ്പം മനസ്സ് പറയും. ബുദ്ധി, മനസ്സ്, 2 തലങ്ങൾ നമുക്കുണ്ട്. ബുദ്ധി പറയുന്നതും മനസ്സ് പറയുന്നതും പലപ്പോഴും രണ്ടും രണ്ടായിരിക്കും. ബുദ്ധി, മനസ്സിനും ബുദ്ധിക്കൊക്കെ എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നത്? ചുമ്മാ അങ്ങ് പറയല്ലോ. നമുക്ക് ഇങ്ങോട്ട് കിട്ടിയെങ്കിലല്ലേ അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. ഉള്ളിലുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെ നിന്നാണ് ഈ ബോധം അല്ലെങ്കിൽ ഈ പറയാനുള്ളത് കിട്ടുന്നത്? ബുദ്ധിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്നാണ്. അറിവിൽ നിന്ന്, പഠനത്തിൽ നിന്ന്, നമ്മുടെ ഇന്നലത്തെ എക്സ്പീരിയൻസിൽ നിന്ന്, ചുറ്റുവട്ടത്ത് ഇന്നലകൾ നടന്നതിൽ നിന്ന്, വായനയിൽ നിന്ന്, മറ്റു പലരെയും കണ്ടതിൽ നിന്ന്, അടുത്ത വീട്ടിൽ സംഭവിച്ചതിൽ നിന്ന്, അങ്ങനെയൊക്കെയാണ് നമുക്ക് ബുദ്ധിക്ക് അറിവ് കിട്ടുന്നത്. എന്നാൽ മനസ്സ് അറിവ് സമ്പാദിക്കുന്നത് ഈ ചുറ്റുവട്ടത്തു നിന്ന് മാത്രമല്ല, അതിനൊരു ദൈവികതയുണ്ട്, ഒരു അമാനുഷിക മണ്ഡലം. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന, അതാണ് നമ്മുടെ ഉള്ളം. പലരും പറയില്ലേ, എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. 2 ദിവസമായിട്ട് തോന്നാൻ തുടങ്ങിയിട്ട് മനസ്സങ്ങ് അസ്വസ്ഥമാണ്. എവിടെ നിന്നാണത് കിട്ടിയത്? ആരോ പറഞ്ഞതല്ല, എവിടെയോ വായിച്ചതല്ല. പക്ഷെ നമുക്ക് അതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹാകാരുണ്യമാട്ടോ, അപാരമാണ്. നമുക്ക് ഈ ഭൗമമണ്ഡലത്തിന് അപ്പുറത്തു നിന്ന് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അവിടെ മനസ്സ് പറയും. അങ്ങനൊരു തലമുണ്ട്. ബുദ്ധിക്ക് ഈ ലോകത്തെക്കുറിച്ചറിയാം. ഈ ലോകത്തിൻ്റെ എക്സ്പീരിയൻസുകൾ ബുദ്ധിക്കറിയാം. ബുദ്ധി അത് സമ്പാദിച്ചു വയ്ക്കും. കേട്ടുകേൾവികൾ, അറിവുകൾ, ഇതെല്ലാം. മനസ്സിന് നമ്മളെ അറിയാം, നമ്മെ അറിയാം, നമ്മുടെ ഉള്ളത്തിന്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളം 2 സൈഡിൽ ചെയ്യാം. നാം കള്ളനും വഞ്ചകനും ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതനുമാകണം എന്നത് വേറെ ആരും പറയാതെ നാം ആ തരം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളത്തിന് അഥവാ മനസ്സിനറിയാം, നീ അടി കൊള്ളാൻ തക്കവണ്ണം ചിലത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പേടി വരും. അപ്പം നമ്മൾ ഉള്ളുകൊണ്ട് ഭയപ്പെടും, എന്തോ സംഭവിക്കാൻ പോകും. അതുതന്നെ നേരെ മറിച്ച് നമ്മുടെ ഭാഗത്ത് പരമാർത്ഥതയുണ്ട്. നാം ദൈവത്തിൻ്റെ പൈതലാണ്. ദൈവം എന്നെ കൈവിടില്ല. ഞാൻ ഒത്തിരി കരഞ്ഞതാണ്. എനിക്കൊരു നന്മയുണ്ട്. എൻ്റെ ഹൃദയം വീഴ്ചയോ തെറ്റോ കുറ്റമോ ഒക്കെ സംഭവിക്കാം, പക്ഷെ ഞാനൊരു ചതിയനല്ല, വഞ്ചകനല്ല എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് എൻ്റെ മനസ്സിനാണ്, എൻ്റെ മനസാക്ഷിക്കാണ്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്ത് പറയുന്നു? എൻ്റെ ദൈവം എൻ്റെ ഓഹരി. എൻ്റെ ഉള്ളം പറയുന്നു, ദൈവം എൻ്റെ ഓഹരി. ദൈവത്തിൻ്റെ എൻ്റെ നന്മയുണ്ട്, ദൈവം എന്നെ കടാക്ഷിക്കും. ഇതെൻ്റെ ഉള്ളം പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനീ പറയുന്നത് ചില കടുകട്ടിയുള്ള സംഭവമാണോ? രാവിലെ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നുള്ള ചിന്തയാണ് എൻ്റെ അകത്തുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ യാഥാർത്ഥ്യങ്ങളെ ഇതിനേക്കാൾ വെള്ളം ചേർക്കാനോ ഡൈല്യൂട്ട് ചെയ്യാനോ പറ്റുകയില്ല. നമ്മുടെ ഉള്ളം എന്ത് പറയുന്നു? ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. വിലാപങ്ങളുടെ പുസ്തകത്തിൽ മുഴുവൻ വെട്ടുകല്ല് കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്ന പോലെ വഴി പോലും അടച്ചു വെച്ചിരിക്കുക. ഒരു സാധ്യതകളും എങ്ങും കാണുന്നില്ല. പ്രാർത്ഥിച്ചിട്ട് പോലും ഫലിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളം പറയുന്നു, ഞാൻ നശിക്കില്ല, ഞാൻ വീഴില്ല, ഞാൻ തകർന്നു പോകില്ല, ഞാൻ നാണം കെട്ടു പോകില്ല, എൻ്റെ വസ്തുവും വീടും എല്ലാം കൂടി ജപ്തി ചെയ്തു പോകില്ല, ഞാൻ വഴിയാധാരമാകില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരാകില്ല,
എന്നെ ദൈവം കൈവിടില്ല. ഇതാരും പറഞ്ഞതല്ല, ആരുടെയോ കണ്ടിട്ട് പറഞ്ഞതല്ല, എൻ്റെ ഉള്ളം പറയുന്നു. പ്രിയരെ, നിങ്ങളുടെ ഉള്ളം സജീവമാണോ? നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാറുണ്ടോ? നിങ്ങളുടെ മനസ്സെന്താ പറയുന്നത്? മോനെ, നിൻ്റെ ഭാഗത്ത് പോരായ്മയും വീഴ്ചയൊക്കെ വന്നു, പക്ഷെ ദൈവത്തിന് നിന്നെ മറക്കാൻ പറ്റില്ലടാ എന്നാണോ നിൻ്റെ ഉള്ളം നിന്നോട് പറയുന്നത്? നമ്മുടെ ഉള്ളം നമ്മളോട് സംസാരിക്കും. ഉള്ളം എന്തു പറയുന്നു അത് പ്രത്യാശിക്കുക. ബുദ്ധി പലപ്പോഴും നമ്മൾ ടെൻഷനിലാക്കും. നമുക്ക് ബുദ്ധി ഉള്ളത് കൊണ്ട് ആരോ പറഞ്ഞു നമുക്ക് ഈ ടെൻഷൻ മുഴുവൻ. ഒരു ബുദ്ധിയില്ലായിരുന്നെങ്കിൽ, നാളത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ലായിരുന്നെങ്കിൽ നമുക്ക് ടെൻഷനില്ല. ബുദ്ധി നമുക്ക് പ്രഷർ തരും. ബുദ്ധി നമുക്ക് പലപ്പോഴും ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് ഭയം തരും. എന്നാൽ മനസ്സ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് നമ്മളോട് പറയും, നിൻ്റെ ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിൻ്റെ ഓഹരിയ, അവസാന നിമിഷത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്യും. ഇത് ആരെക്കൊണ്ടും നമ്മൾ പറയിപ്പിച്ചതല്ല. എനിക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പറഞ്ഞേ, എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞ്. ചില ആൾക്കാരൊക്കെ എന്നോട് പറയാറുണ്ട്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ, എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞേ. എന്തോ വർത്താനം ഈ പറയുന്നേ? ദൈവമല്ലേ ഇതെല്ലാം ചെയ്യുന്നേ? നമ്മുടെ മനസ്സ്, ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, നീ പേടിക്കണ്ട, നിൻ്റെ കാര്യം നടക്കും, വഴിയുണ്ടാകും. ആ മനസ്സ് പറയുന്നതിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തോട് ബന്ധപ്പെട്ട് ഇച്ചിരി നേരം ഒറ്റയ്ക്കിരുന്ന് ഇപ്പോൾ വാക്കുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു മുറിയുടെ വാതിൽ ചാരിയിട്ട് ഇച്ചിരി നേരം ഒന്ന് സ്വർഗത്തിലേക്ക്, ക്രൂശിലേക്ക് നോക്കിയിരുന്നേ. മൈൻഡൊന്ന് ഫ്രഷാക്കിക്കേ, മനസ്സിനെ ഒന്ന് സംസാരിക്കാൻ അനുവദിച്ചേ. മനസ്സ് നിങ്ങളോടൊന്ന് മിണ്ടട്ടെ. ഇച്ചിരി ടൈം എടുത്ത് ഈ വെപ്രാളത്തിനിടയിൽ, തിരക്കിനിടയിൽ എല്ലാവരിൽ നിന്നും അകന്ന് മനസ്സിന് സംസാരിക്കാൻ, മനസ്സിൻ്റെ ശബ്ദം കേൾക്കാൻ, മനസ്സിന് പറയാനുള്ളത് നിന്നോട് പറയാൻ നീ ഒരല്പസമയം എടുത്തേ. ഇന്ന് തന്നെ എടുത്തേ. എന്താ മനസ്സ് പറയുന്നതെന്ന് കേട്ടെ. എല്ലാ പ്രതികൂലത്തിനിടയിലും ഈ എഴുത്തുകാരൻ പറയുക, എൻ്റെ ഉള്ളം പറയുന്നു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം കൈവിടില്ല, അവൻ എൻ്റെ ഓഹരി, അതിൽ തന്നെ പ്രത്യാശ വയ്ക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. മനസ്സിന് പറയാനുള്ളത് കേൾക്ക്. മനുഷ്യന് പറയാനുള്ളതല്ല, ബുദ്ധിക്ക് പറയാനുള്ളതല്ല. മനസ്സിന്, നിന്നെ നന്നായി അറിയുന്ന നിൻ്റെ മനസ്സിന് നിന്നോട് എന്തോ പറയാനുണ്ട്. ഇച്ചിരി നേരം കർത്താവിൻ്റെ സന്നിധി പോയിരുന്ന് ശാന്തമായിരിക്കും. ആ മനസ്സ് നിന്നോട് മന്ത്രിക്കാൻ തുടങ്ങും. നീ കരയാതെ, പേടിക്കാതെ. ഈ വിഷയത്തിൽ നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയാൻ തുടങ്ങിയാൽ എന്ത് ബലമായിരിക്കും എന്നറിയാമോ? മനസ്സിനെ സജീവമാക്കിയെടുക്ക്. ഉള്ളം സംസാരിക്കട്ടെ. നമുക്കതിനായി കാത്തിരിക്കാം. അതിൽ തന്നെ പ്രത്യാശ വയ്ക്ക്. ബാക്കി അനുഭവത്തിൽ ദൈവം തെളിയിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങയുടെ സന്നിധി പറയും, അപാരം, അത്ഭുതം, അത്യത്ഭുതം. നാഥ, ഞങ്ങളുടെ മനസ്സിനൊക്കെ ദൈവം കൊടുത്തിരിക്കുന്ന കപ്പാസിറ്റിക്കായി സ്തോത്രം. ഞങ്ങളോട് ഞങ്ങളുടെ മനസ്സ് പറയട്ടെ. ദൈവാത്മാവ് ഞങ്ങളുടെ മനസ്സിനെ തട്ടി ഉണർത്തട്ടെ. ഞങ്ങളെ നന്നായി അറിയുന്ന ഞങ്ങളുടെ മനസ്സ് ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. ദൈവം അത് ചെയ്യും. മനസ്സ് പറയും, ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരാനൊരു ദൈവമുണ്ടെന്ന്. ലോകത്തിൽ ആര് പറയുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ബലം ഞങ്ങളുടെ ഉള്ളം ഞങ്ങളോട് പറയുന്നതാണ്. അതിന് ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്തു തരണേ. പരിശുദ്ധാത്മാവേ, ഇത് കേൾക്കുന്നവർക്ക് ഭയങ്കര ഗുണം ചെയ്യണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.